ഇന്ന് എന്റെ 23ാമത്തെ ബർത്ത്ഡേ ആണ്ടാ. 23 വയസ്സായതിന്റെ സന്തോഷമല്ലാട്ട് ഇത്. ബർത്ത്ഡേന് അന്ന് മാത്രം ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടണ 2-3 ഫുഡ് സ്പോട്ട് ഉണ്ട് കൊച്ചിയിൽ. ഇന്ന് ഞാൻ അവിടെയൊക്കെ പോയി ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കാൻ പോണേട്ടാ. ഫസ്റ്റ് വൺ ഫ്ലെയിമിൻ നോട്ട് ചിക്കൻ. ഇവിടെ ഇല്ലേ ഫ്രീ ആയിട്ട് ബർഗർ കിട്ടണമെങ്കിൽ 2 റൂൾ ഉണ്ട്. ഒന്നാമത്തെ നമ്മുടെ പേര് സ്റ്റാർട്ട് ചെയ്യണത് ഒന്നിൽ FLAMIN, അതിൽ ഏതെങ്കിലും ഒരു അക്ഷരമായിരിക്കണം. പിന്നെ നമ്മൾ അവിടെ നിന്ന് 150 രൂപ എന്തെങ്കിലുമൊക്കെ മേടിക്കണം. എന്നിട്ട് നമ്മുടെ ID കാർഡ് കാണിച്ചിട്ട് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാലേ 219 രൂപ വില വരുന്ന ഈ ബർഗറില്ലേ അവര് നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് തരും. സത്യം പറയാലോ, ഫ്രീ ആയിട്ട് കഴിച്ചോണ്ട് പറയണല്ല, നല്ല കിടിലം ബർഗർ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫ്രൈഡ് ചിക്കനും മേടിച്ചിട്ടോ, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. എന്നിട്ട് ഞങ്ങൾ നേരെ 2ാമത്തെ സ്പോട്ടിലേക്ക് പോയിട്ടാ. 2ാമത്തെ സ്പോട്ട് നമ്മുടെ എടപ്പള്ളിയിലുള്ള മൗസിയാണ്. ഇവിടെ നമുക്ക് റൂളൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഐഡന്റി കാർഡ് കാണിച്ചാലില്ലേ ഇവിടുത്തെ ഏത് അവിൽ മിൽക്ക് വേണമെങ്കിൽ മേടിക്കാം. പിന്നെ നമ്മുടെ ഒപ്പം തന്നെ ആൾക്ക് നമ്മുടെ ഏജ് എത്രയാണ് അത്ര പെർസെന്റേജ് ഡിസ്കൗണ്ടും കിട്ടൂട്ടോ. ഞാനൊരു 150 രൂപ വില വരുന്ന ടെൻഡർ കോക്കനട്ട് അവിൽ മിൽക്ക് ആണ് മേടിച്ചത്. കാണാനും നല്ല രസമുണ്ടായി, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാ. രതീഷ് നട്ട്സ് എന്ന് പറഞ്ഞ സാധനം മേടിച്ചത്, അത് അത്ര വലിയ ടേസ്റ്റ് ഉണ്ടായില്ല കേട്ടോ. അവിൽ മിൽക്കും ചോക്ലേറ്റ് കൂടി അങ്ങനെ ഇതാവല്ല, ടേസ്റ്റ് അത്ര പോരായിരുന്നു. ടെൻഡർ കോക്കനട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്നിട്ട് ഞാൻ അടുത്ത സ്പോട്ടിന്റെ പിന്നെ നേരെ ലുലുമാന്റെ ഉള്ളിലോട്ട് കയറിയിട്ടാ. കയറി ചെല്ലുമ്പോ തന്നെ സ്റ്റാർബക്സ് കാണാം. സ്റ്റാർബക്സിൽ ബർത്ത്ഡേ ഓഫർ ഉണ്ട്, പക്ഷെ കയറി ചോദിക്കാൻ മടിയായതുകൊണ്ട് കയറിയില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾ നേരെ ഫലൂഡ നേഷനിലേക്ക് പോയിട്ടാ. ഇവിടെ ഫ്രീ ഗിഫ്റ്റ് ഇല്ല, 30% ഓഫ് ആണ് ബില്ലിന്റെ. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് വാനില ഫ്രൂട്ട് സലാഡ് മേടിച്ചിട്ടാ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിട്ടാ. ഇതും കൂടി കഴിച്ചപ്പോ തന്നെ വയറ് നടന്നിട്ടാ. ഇനി ബാക്കിയുള്ളത് അടുത്ത കൊല്ലത്തെ ബർത്ത്ഡേ കഴിക്കാട്ടോ. അപ്പൊ ബർത്ത്ഡേ വിഷയം എല്ലാവർക്കും താങ്ക് യു പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുന്നു. ബൈ ബൈ.